എവിടെയാണ് പറ, നമ്മൾ എവിടെയുള്ളത്? എവിടെയാണ്? എന്തിനാ വന്നിരിക്കണ? ചിക്കൻ. ചിക്കൻ അല്ല ഇരിക്കാന്ന്. പൂജ വയ്ക്കാൻ പറ. എന്ത് പൂജ വയ്ക്കാനാ നിക്കണ? കോഴി, കോഴി, ആട്, മലയെ പൊതിക്ക് വന്നിരിക്കാണ് പറ. ഞങ്ങൾക്ക് മലയ്ക്ക് പോണ സമയത്ത് വീഡിയോ കാണിച്ചു തരാ പറ. ഓക്കെ, ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മലയപ്പൊതിയിലാണ്. മലയപ്പൊതി എന്ന് പറയുമ്പോൾ ബാക്കി എനിക്കറിയില്ല, ബാക്കി നമുക്ക് നോക്കാം. ഇനി ഇതെന്താ സംഭവം പറഞ്ഞു തരും, നമ്മൾ എന്തിനാണ് മലയപ്പൊതിക്ക് വരുന്നത്, എന്താണ് ഇതിന്റെ കാര്യം? മലയപ്പൊതിയുടെ ഐശ്വര്യം പറയുന്നത്, പണ്ട് ഇവിടെ കന്നുമേക്കാൻ വന്ന ആളുകള് ഇവിടെ ഒരു മലയിലൊരു കല്ലിനെ വെച്ച് മലയപ്പൊതി എന്ന് പേര് വെച്ച് ആരാധിക്കുകയും അറുത്തുപൂജ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ദൈവമുണ്ട്. അവിടെ നമ്മള് വെള്ളരി വെച്ച് പൂജ കഴിച്ച് അങ്ങനെയാണ് അത് വെച്ച് വന്ന് രണ്ടാം പ്രാവശ്യം കൊണ്ടുപോയിട്ടാണ് അറുത്തുപൂജ കഴിക്കുക. ഇത് പൂജയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് മെയിൻ ഉദ്ദേശിക്കുന്നത് തന്നെ നാൽക്കാലികളുടെ വീട്ടിൽ വളരാനും അവരുടെ ഐശ്വര്യങ്ങൾ വരാനും അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും കൃഷിയിടുന്ന സമയത്ത് നമുക്ക് നല്ല വിളവ് കിട്ടാനും അങ്ങനെയുള്ള പ്രാർത്ഥനയുമായിട്ടാണ് കൂടുതൽ ആളുകൾ മലയ ഭഗവതി കൊണ്ട് നമ്മളിവിടെ വരാറും. വണ്ടി, മൂരുവണ്ടി, കാള, അങ്ങനെ നാൽക്കാലികളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലുകൾ അങ്ങനെയാണ് നമുക്കിവിടെ വരാറുള്ളത്. അതിൻ്റെ ഐഹിത്യമായിട്ടാണ് ഇതൊക്കെ നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഈ പൂജ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിവിടെ നാട്ടിലെ എല്ലാവരും കൂടിയായിട്ടാണ് വന്നത്, എല്ലാ ഫാമിലീസും ഉണ്ട്. രാവിലെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ ടൈം പാസ് ആയിരുന്നു. ഇതാണ് മലയുടെ മുകളിലെ വ്യൂ. അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് മേലേക്ക് കയറിപ്പോയത്. അടിതെറ്റിയ പറയണില്ല. പിന്നെ ഇവിടെയാണ് പൂജയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പിള്ളേർ ഇവിടെ ഒന്നും നിന്നില്ല, ഞങ്ങൾ വ്യൂ കാണാൻ പോയി. നല്ല രസമുണ്ടല്ലേ ഈ വേഗ വരുത്ത്, നല്ല രസമുണ്ട്. ഇവിടെ അങ്ങനെ ഇതിന് വിശേഷ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്താ പറയാ, ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും വരും, പൂജ ചെയ്യും, പോവും. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1 മണിക്കാണ് ഞങ്ങളിപ്പോൾ ഈ മലയുടെ മേലെ നിൽക്കുന്നത്. തലയ്ക്ക് വല്ലതുണ്ടോ ചോദിച്ചാൽ അഫ്കോഴ്സ്. മീനാക്ഷിക്ക് എന്താ മീനാക്ഷി പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട സ്ഥലം? പിന്നെ ഈ വെയിലത്ത് വന്ന ചൂടിലുണ്ട്. മീനാക്ഷി ഗോ, നോക്കിയിട്ട് ഓടരുത്, മെല്ലെ മെല്ലെ മെല്ലെ. എന്താ നല്ല എക്സ്പീരിയൻസ് ഉള്ള മാതിരി പോണ് മീന, മെല്ലെ പോട്ടാ. മലക്കയറ്റം കഴിഞ്ഞു, കയറലും ഇറങ്ങലൊക്കെ കഴിഞ്ഞു. ഇനി പോവാ ഫുഡ് അടിക്കുക. പ്രസാദം ആവണതിന് മുമ്പ് നമ്മൾ ഈ എന്താ പറയാ, ഐസ്ക്രീം പൂജ പ്രസാദം ഉണ്ടാവും. നമ്മൾ മറ്റേ ചോറും പിന്നെ വെള്ളം തേങ്ങ പഴമൊക്കെ ഇട്ടത് അത് കഴിച്ചു. പിന്നെ നമുക്ക് വെള്ളം ദാഹിക്കണമെന്ന് കണ്ട് 7up കുടിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഈ മട്ടനൊക്കെ ചിക്കനൊക്കെ കഴിക്കാനുള്ള ഗ്യാപ്പില്ല. പക്ഷേ ഇപ്പോൾ പോയി പറഞ്ഞ വേറെ സംഭവമുണ്ട്, വേറെ പ്രസാദമുണ്ട്, അത് കാണിച്ചു തരാം. അത് നമ്മൾ ഫസ്റ്റ് കുറച്ച് ചിക്കനും ആടും നമ്മൾ കറി വെച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്തിട്ട് നിവേദിക്കും. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ തിരിഞ്ഞു നോക്കും, അവിടെ കാണിച്ചു കൊടുക്കും. ഓക്കെ, ആണോ അവരൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്, അതൊക്കെ പ്രസാദമാണ്. ഇതും കൂടി കഴിക്കുമ്പോൾ എന്താണ് സാധനം കാണിക്കുക? ഇതാണ് ചോറ്, ഉണ്ട്, മട്ടൻ, ചിക്കൻ. ഓ, ഇനി എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ട് അല്ലേ? ചെറിയ കുട്ടിയാണ്. ഓക്കെ, ഖാവോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസാദം അല്ലേ? പ്രസാദം അല്ലേ? എങ്ങനെയുണ്ട്? എന്താ വേണ്ട പറയും. ഓക്കെ, എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ചോറ് അടിച്ച് പരത്തി ഞാൻ മാറ്റിക്ക് കൊടുക്കും. താങ്ക് യു. വാവ്, കുമ്പളങ്ങ പോരട്ടെ. ഇവരെന്താ എനിക്കിടത്ത്?
ചെറുക്ക ഇടറാ. എന്താ പിന്നെ എനിക്ക് ഇടണല്ലോ. ഇവിടെ കൊറേ നേരം ഇടാ. ചിക്കൻ എന്താ കാണിക്കണേ? ആ വാവ്, ചൂട് ചൂട്. ഇവിടെന്ന് മട്ടൻ കറി. ആ ഇടേ ഐശ്വരാ, വാവ് ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറ്, ചൂട് ചാറ്, ചൂട് ചിക്കൻ, ചൂട് ക്ലൈമറ്റ്. വാവ്, ഈ ചൂടത്ത് ചൂട് മട്ടനും ചൂട് ചോറും പാലക്കാടിലും കുമ്പളങ്ങിയും ചിക്കനും. പാലക്കാടിലെ കുമ്പളങ്ങിയും ചിക്കനും. ഓ പച്ചരിച്ചോറ്, പച്ചരിച്ചോറും കുമ്പളങ്ങിയും ചിക്കനും മട്ടൻ കറിയും. അത് ഈ വേനൽക്കാലത്ത്. എന്നിട്ട് ഇങ്ങനെ എടുക്കുക, പിന്നെ ഇത് കൂടെ ഒഴുകുക, ഇത് കൂടെ കഴിക്കുക. എന്താ സഞ്ചോട്ടെ ഈ വഴിക്ക്? ചെറിയുണ്ടാ? എരിവില്ലല്ലേ കുട്ടിമാളോ? എരിയുള്ളല്ലോ അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ഓ മൈ ഗോഡ്, മീനാക്ഷി എന്തുവാണോ കഴിച്ചോ നീ? പറയല്ല. ശരി, കുമ്പളങ്ങി ഇതും എന്താ കുക്ക കറിയണ? ചൂടാണ്, എരിവുണ്ട്. എങ്ങനെയുണ്ട്? ശരി, റിവ്യൂ പറ. ഒന്നും പറയാനില്ല. ഡയറ്റിലാണോ?